കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത് പിന്തിരിപ്പൻ താല്പര്യങ്ങളെയാണെന്ന് ഇന്ദിരാഗാന്ധി ഇ ജോൺ ജേക്കബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. 1974 ഒറിജിനൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പാണിത്. കോട്ടയത്ത് വെച്ച് കെ.എം. ജോർജിൻ്റെ മൃതശരീരത്തിന്മേൽ കെ.എം. മാണി സമർപ്പിച്ച റീത്ത് ആർ. ബാലകൃഷ്ണപിള്ള വലിച്ചെറിഞ്ഞു. മൂവാറ്റുപുഴയിൽ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ ജോർജ് സാറിൻ്റെ ഘാതകൻ ഈ യോഗത്തിൽ തന്നെ ഉണ്ട് എന്ന് ആർ. ബാലകൃഷ്ണപിള്ള തുറന്നടിച്ചു. കെ.എം. മാണി തന്നെയാണ് അദ്ദേഹത്തെ മാണി സാർ എന്ന് വിളിപ്പിക്കുന്നത്. കെ.എം. മാണി കെ.വി. കുര്യനിലൂടെ ആ യോഗത്തിൽ അവതരിപ്പിക്കുകയും ആ തീരുമാനം യോഗത്തിൻ്റേതായി പുറത്തു വരികയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മീറ്റിങ്ങിലുണ്ടായിരുന്ന ലോനപ്പൻ നമ്പാടൻ കേരള കോൺഗ്രസിനെ തകർക്കാനുള്ള ഏത് നീക്കത്തിനെതിരെയും ഞാൻ രക്തം കൊടുത്ത് പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആ യോഗത്തിൽ വലിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് കേരള കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തുന്നത്. ആയിരത്തി 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ കൂടെയായിരുന്നു കേരള കോൺഗ്രസ് മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ 3 MP സ്ഥാനവും കേരള കോൺഗ്രസിന് ലഭിച്ചു. ഈ ഇലക്ഷന് ശേഷം സംസ്ഥാന മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കും എന്നായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തി. തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായിരുന്ന ധാരണയനുസരിച്ച് കേരള കോൺഗ്രസ് കേരളത്തിലെ മന്ത്രിസഭയിൽ പ്രവേശിക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയി. കേരള കോൺഗ്രസിന് മന്ത്രിസഭയിൽ പ്രവേശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല എന്ന് കെ.എം. ജോർജ് പ്രസ്താവന ഇറക്കി. കെ.എം. ജോർജിൻ്റെ ദൂതുമായി ഇ ജോൺ ജേക്കബിനെ ഇന്ദിരാഗാന്ധിയെ കാണുവാനായി ഡൽഹിയിലേക്ക് അയച്ചു. ഇ ജോൺ ജേക്കബായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ദിരാഗാന്ധിയുമായി സഖ്യ ചർച്ചകൾ നടത്തിയത്. പക്ഷേ ഇന്ദിരാഗാന്ധിയെ കണ്ട ഇ ജോൺ ജേക്കബിന് ഒട്ടും പ്രോത്സാഹജനകമായ മറുപടിയല്ല, പ്രതികരണങ്ങളല്ല ലഭിച്ചത്. കേരള കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്നത് പിന്തിരിപ്പൻ താല്പര്യങ്ങളെയാണെന്ന് ഇന്ദിരാഗാന്ധി ഇ ജോൺ ജേക്കബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ മന്ത്രിസഭയിൽ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പ് നൽകാൻ ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. അപമാനിതനായാണ് ഇ ജോൺ ജേക്കബ് കേരളത്തിലേക്ക് മടങ്ങിയത്. കോൺഗ്രസിൻ്റെ ഈ സമീപനം കേരള കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചത്. 3 MP മാരുണ്ടായിട്ടും കേരള കോൺഗ്രസ് രാഷ്ട്രീയമായി അനാഥമായ ഒരവസ്ഥയിലായിരുന്നു. പിന്നീട് പാർട്ടി ചെയർമാനായ ജോർജ് ജെ മാത്യുവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ 1971 കേരള കോൺഗ്രസ് ഏകദേശം മുക്കാലും ചത്ത ഒരു കുതിരയായിരുന്നു. പാർട്ടിയോട് വികാരപരമായി ബന്ധമുള്ള അടുപ്പമുള്ള കുറേയേറെ ആളുകളുണ്ട്. പക്ഷേ സാമ്പത്തികമായും രാഷ്ട്രീയമായും പാർട്ടി തകർച്ചയുടെ വക്കിലായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണല്ലോ കേരള കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ആരംഭിച്ചു തുടങ്ങുന്നത്. കേരള കോൺഗ്രസിൻ്റെ ദൗർബല്യത്തിന് ക്ഷീണത്തിന് കാരണം പാർട്ടിയുടെ വാർദ്ധക്യഗ്രസ്തമായ നേതൃത്വമാണെന്ന് പാർട്ടിയിലെ താരതമ്യേന യുവാക്കളായ കുറേയേറെ ആളുകൾ ചേർന്ന് കണ്ടെത്തി. ഒരു 9 പേരുള്ള ഗ്രൂപ്പ് അവർ ഫോം ചെയ്യുന്നു. ആ 9 പേര് കെ.എം. മാണി, കെ.വി. കുര്യൻ, പി.ജെ. ജോസഫ്, ഒ. ലൂക്കോസ്, വി.ടി. സെബാസ്റ്റ്യൻ, സി.എഫ്. തോമസ് കുതിരവട്ടം, ടി.എം. ജേക്കബ്, ജോർജ് ജെ മാത്യു എന്നിവരായിരുന്നു ആ 9 അംഗ സംഘത്തിലുണ്ടായിരുന്നത്. കെ.എസ്.സി. പ്രസിഡൻ്റായ ശ്രീ പി.സി. ജോസഫും പിന്നീട് ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി. അവർ നിരന്തരം ഗ്രൂപ്പ് യോഗങ്ങൾ കൂടി. കെ.എം. ജോർജിനെയോ അദ്ദേഹത്തോടൊപ്പമുള്ളവരെയോ അറിയിക്കാതെ, അവർക്ക് സംശയത്തിനിട നൽകാതെ, അവർ പാർട്ടിക്കുള്ളിൽ സ്വന്തം താല്പര്യങ്ങൾ, അവരുടെ ഗ്രൂപ്പിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സിസ്റ്റം അവർ രൂപീകരിക്കുന്നു. അവർ തുടർച്ചയായ യോഗങ്ങളിലൂടെ പാർട്ടിക്കുള്ളിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ ആരംഭിക്കുന്നു. കൂടുതലും ഈ യോഗങ്ങൾ കൂടിയിരുന്നത് പാർട്ടിയുടെ ട്രഷററായിരുന്ന ശ്രീ ജോർജ് ജെ മാത്യുവിൻ്റെ കൂട്ടിക്കലുള്ള വീട്ടിൽ വെച്ചായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണല്ലോ ഈ കുഞ്ഞുമാണി എന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന കെ.എം. മാണി പിന്നീട് മാണി സാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. മാണി സാർ എന്നൊരു വിളിപ്പേരിലേക്ക് എത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണല്ലോ. കെ.എം. ജോർജിനെ എല്ലാവരും ജോർജ് സാർ എന്നാണ് വിളിച്ചിരുന്നത്. കെ.എം. മാണിയെ പൊതുവെ കുഞ്ഞുമാണി എന്നുമായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞുമാണി എന്നുള്ള പേര് ഒരു ഗ്രൂപ്പ് ലീഡർക്ക് ചേർന്നതല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കെ.എം. മാണി എത്തുന്നു. അദ്ദേഹം ഈ 9 അംഗ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ ഈ കെ.വി. കുര്യനിലൂടെ തന്നെ ഇനി ആരും കുഞ്ഞുമാണി എന്ന് വിളിക്കരുത് എന്നൊരു അഭിപ്രായം ഉന്നയിപ്പിക്കുന്നു. കുഞ്ഞുമാണി എന്ന് വിളിക്കാതിരിക്കുമ്പോൾ ഇനി കുഞ്ഞുമാണിക്ക് പകരം മാണി സാർ എന്നെല്ലാവരും വിളിക്കണം എന്ന് കെ.വി. കുര്യനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുന്നു. ആ ഗ്രൂപ്പ്, ആ യോഗം, ആ തീരുമാനം ഔപചാരികമായി അംഗീകരിക്കുന്നു. ജോർജ് സാറിന് പകരം ഇപ്പുറത്ത് മാണി സാർ എന്നുള്ളതാണ്
എല്ലാവരുടെയും ഒരു വിശ്വാസം. അതായത് അങ്ങനെ ഒരു ഔപചാരികമായൊരു യോഗത്തിലാണ് മാണി സാർ എന്നുള്ള വിളിപ്പേര് വീഴുന്നത്. അടുത്ത 5 ദശാബ്ദക്കാലം കേരള രാഷ്ട്രീയമാകെ മാണി സാർ എന്ന ആ വിളി തുടർന്നു. അതായത് കെ എം മാണി തന്നെയാണ് അദ്ദേഹത്തെ മാണി സാർ എന്ന് വിളിപ്പിക്കുന്നത്. കെ എം മാണി KV കുര്യനിലൂടെ ആ യോഗത്തിൽ അവതരിപ്പിക്കുകയും ആ തീരുമാനം യോഗത്തിൻ്റേതായി പുറത്തു വരികയും ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് പാർട്ടിയുടെ ഒരു ആദ്യത്തെ പാർട്ടിക്കുള്ളിലുണ്ടാകുന്ന ശക്തി പരീക്ഷണം എന്ന് പറയുന്ന അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഗതി. ഈ ഗ്രൂപ്പിൻ്റെ ഒരു ബലപരീക്ഷണം നടക്കുന്നത് കേരള കോൺഗ്രസിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ്. ലൂക്കോസിനെ ഈ 9 അംഗ സംഘം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നു. മറുഭാഗത്തു നിന്നും അകലക്കുന്ന് MLA ആയ JA ചാക്കോയെ മാത്തച്ചൻ കുരുവിനാക്കുന്നേൽ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരരംഗത്തിറക്കുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ലൂക്കോസ് വിജയിക്കുന്നു. അതോടുകൂടി ഈ 9 അംഗ സംഘം പാർട്ടിയിൽ പിടിമുറുക്കുന്നു. അവരുടെ അടുത്ത നീക്കം പാർട്ടി ചെയർമാനും മന്ത്രിയും ഒരാളാകാൻ പാടില്ല എന്നൊരു പ്രമേയം എക്സിക്യൂട്ടീവിൽ വെക്കുന്നു. ആ പ്രമേയം പരാജയപ്പെടുന്നുവെങ്കിലും മാത്തച്ചൻ കുരുവിനാക്കുന്നേലിനെയും JA ചാക്കോയും അടങ്ങുന്ന സംഘത്തിനെതിരെ ഈ 9 അംഗ സംഘം തുടർച്ചയായി നീക്കങ്ങൾ നടത്തുന്നു. KM ജോർജിനെ യാതൊരു സംശയമുണ്ടാകാത്ത രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. KM ജോർജിനെ ഇവർ സമ്മർദ്ദം ചെലുത്തി മാത്തച്ചൻ കുരുവിനാക്കുന്നേലിൻ്റെ അടുത്ത അനുയായിയായ തോമസ് രാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി പാർട്ടിയിൽ തുടരാൻ കഴിയാത്ത അവസ്ഥ മാത്തച്ചൻ കുരുവിനാക്കുന്നേലിന് വരുന്നു. മാത്തച്ചൻ കുരുവിനാക്കുന്നേലും JA ചാക്കോയും പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു ഘട്ടത്തിലാണല്ലോ ഈ കേരള കോൺഗ്രസും CPM-ഉമായി അടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നത്, അതിനായിട്ടുള്ള സഖ്യ ചർച്ചകൾ ആരംഭിക്കുന്നതും. ഈ ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ കുറച്ച് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണ്? കോൺഗ്രസ് നിഷേധാത്മക സമീപനം സ്വീകരിച്ചതോടുകൂടി കേരള കോൺഗ്രസ് CPM-ഉമായി അടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. CPM-ഉം വളരെ ആശാവഹമായാണ് പ്രതികരിക്കുന്നത്. കേരള കോൺഗ്രസ് ആലുവയിൽ നടന്ന ക്യാമ്പിൽ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു സാമ്പത്തിക പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നു. ആ സാമ്പത്തിക പ്രമേയത്തിനനുസരിച്ച് അതുമായി യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായി യോജിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായും CPM-ഉമായി ഒരു സഖ്യത്തിലേക്കാണ് അത്തരമൊരു നീക്കം എത്തിച്ചേരുന്നത്. പക്ഷേ CPM-ഉമായി അടുക്കാനുള്ള ഈ ശ്രമം കേരള കോൺഗ്രസിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അപ്പർ കുട്ടനാട് കർഷക സംഘം പ്രസിഡന്റ്, കർഷക ഫെഡറേഷൻ്റെ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കന്മാരിലൊരാളായ തിരുവല്ല MLA ആയ ഇലഞ്ഞിക്കൽ ബേബി എന്ന ജോൺ ജേക്കബാണ് ഈ നീക്കത്തിനെതിരെ പട നയിക്കുന്നത്. CPM-ഉമായി ശ്രീ ഇലഞ്ഞിക്കൽ ബേബിക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ, തർക്കങ്ങൾ ചരിത്രപരമായ കാരണങ്ങളാലുള്ളതായിരുന്നു. ഇലഞ്ഞിക്കൽ ബേബിയുടെ നേതൃത്വത്തിൽ കർഷകരും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള കർഷക തൊഴിലാളികളും തമ്മിൽ നിരന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരുന്നു അത്. ഇലഞ്ഞിക്കൽ ബേബിയുടെ വീയപുരത്തെ പാടത്ത് കൊയ്ത്ത് നടത്താനായി എത്തിയ കർഷക തൊഴിലാളികളും CPM-ൻ്റെ നേതൃത്വത്തിലുള്ള കർഷക തൊഴിലാളികളും തമ്മിൽ വലിയ സംഘർഷം നടക്കുന്നു. പലർക്കും പരുക്കേൽക്കുന്നു, പോലീസ് വെടിവെപ്പുണ്ടാകുന്നു. അതിനെ തുടർന്ന് ഇലഞ്ഞിക്കൽ ബേബിയെ അറസ്റ്റ് ചെയ്യുന്നു. അന്ന് EMS നമ്പൂതിരിപ്പാടാണ് മുഖ്യമന്ത്രി. EMS നമ്പൂതിരിപ്പാടിനെ അധികാരത്തിൽ നടക്കാതെ താൻ താടി വടിക്കില്ല എന്ന ശപഥം ജോൺ ജേക്കബ് എടുക്കുന്നു. EMS-ൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ ഒഴുകുന്ന ദിവസം വലിയ ആൾക്കൂട്ടത്തിൻ്റെ ജോൺ ജേക്കബ് പരസ്യമായി താടിയെടുക്കുന്നു. അത്തരമൊക്കെ പാരമ്പര്യമുള്ള ഒരു ചരിത്രമുള്ള ജോൺ ജേക്കബിന് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ഒന്നിച്ചു പോവുക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. അദ്ദേഹം കർഷക സംഘത്തിൻ്റെ യോഗം വിളിച്ചുകൂട്ടി കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുന്നു. കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളുകളുമായി സഖ്യമുണ്ടാക്കും എന്നൊരു പ്രമേയം തൃശ്ശൂരിൽ ചേർന്ന കർഷക സംഘത്തിൻ്റെ യോഗത്തിൽ അവതരിപ്പിക്കുന്നു. ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ആ മീറ്റിങ്ങിലുണ്ടായിരുന്ന ലോനപ്പൻ നമ്പാടൻ കേരള കോൺഗ്രസിനെ തകർക്കാനുള്ള ഏത് നീക്കത്തിനെതിരെയും ഞാൻ രക്തം കൊടുത്ത് പ്രതിരോധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലേഡ് കൊണ്ട് കൈമുറിച്ച് ആ യോഗത്തിൽ വലിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷേ അതിനൊന്നും ജോൺ ജേക്കബിനെ തടയാൻ കഴിയുന്നില്ല. കേരള കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കി അദ്ദേഹവും സംഘവും കേരള കോൺഗ്രസ് വിടുന്നു. 1974 ജോൺ ജേക്കബിൻ്റെ കാർമ്മികത്വത്തിൽ JA ചാക്കോ ചെയർമാനായി, KR സരസ്വതിയമ്മയും തോമസ് രാജനും ജനറൽ സെക്രട്ടറിമാരായി ഒറിജിനൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്നു.
കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പിളർപ്പാണിത്. ഇനി വരാനിരിക്കുന്ന ഒട്ടേറെ പിളർപ്പുകളുടെ നാന്ദിയാണിതെന്ന് അന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. മുസ്ലിം ലീഗിൻ്റെ പിളർപ്പിനെ തുടർന്ന് അച്യുതമേനോൻ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ആ ഘട്ടത്തിൽ ഒറിജിനൽ കേരള കോൺഗ്രസിലുണ്ടായിരുന്ന 3 MLA-മാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുകയും മന്ത്രിസഭയെ നിലനിർത്തുകയും ചെയ്യുന്നു. ആ സമയത്ത് KSUവിൻ്റെ ഒരു വിദ്യാഭ്യാസ സമരം നടക്കുന്നുണ്ട്. ആ ഒരു സമരത്തെ കേരള കോൺഗ്രസ് ഏത് തരത്തിലായിരുന്നു നേരിട്ടത്? ഇത്തരം കനത്ത തിരിച്ചടികൾ കേരള കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് KSU വിദ്യാഭ്യാസ സമരം നടത്തുന്നത്. സ്വകാര്യ കോളേജുകളിലെയും ഗവൺമെൻറ് കോളേജുകളിലെയും ഫീസുകൾ ഏകീകരിക്കുക, അധ്യാപക നിയമനം ഗവൺമെൻറ് ഏറ്റെടുക്കുക, അധ്യാപകർക്ക് ശമ്പളം ഗവൺമെൻറ് കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU സമരം നടത്തുന്നത്. KSUവിൻ്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് AK ആൻ്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വവും ഒരു ഭാഗത്തും ക്രൈസ്തവ നേതൃത്വവും ക്രൈസ്തവ സഭാ നേതൃത്വം മറുഭാഗത്തുമായി ഒരു തുറന്ന പോരിലേക്കാണ് ഈ വിദ്യാഭ്യാസ സമരം എത്തിച്ചേർന്നത്. ഫലത്തിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനമായി ഈ സമരം മാറി. വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായ പരിഷ്കരണങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായ നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാണെന്നും ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെയോ മറ്റേതെങ്കിലും സമുദായ മാനേജ്മെൻറ്റുകളെയോ പ്രീണിപ്പിക്കാൻ തങ്ങളില്ല എന്നുമുള്ള ഒരു നിലപാടാണ് കോൺഗ്രസും കോൺഗ്രസിലെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളും സ്വീകരിച്ചത്. പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന സഭാ നേതൃത്വത്തിന് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. കോൺഗ്രസിനെ പ്രതിരോധിക്കുന്നതിനായി പുതിയൊരു രാഷ്ട്രീയ ശക്തിയെ ഉണ്ടാവേണ്ട ആവശ്യം അവർ തിരിച്ചറിയുകയും കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. ഏതാണ്ട് തളർന്നുകൊണ്ടിരുന്ന കേരള കോൺഗ്രസിന് ഒരു ജീവശ്വാസം ലഭിക്കുന്ന നടപടിയായിരുന്നു ഫലത്തിൽ KSUവിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സമരം. ഈ കോൺഗ്രസ് വിരുദ്ധ വികാരം CPM-മായി അടുക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. 1975 അവസാനത്തോടുകൂടി നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-മായി സീറ്റ് ചർച്ചകൾ കേരള കോൺഗ്രസ് ആരംഭിച്ചു. കേരള കോൺഗ്രസിന് ഏതാണ്ട് 30 നിയമസഭാ സീറ്റുകൾ നൽകാം എന്നൊരു ധാരണ ഇരു പാർട്ടികൾക്കും തമ്മിൽ ഉടലെടുത്തു. 1975 ജൂൺ 24-ാം തീയതി എറണാകുളത്ത് ചേർന്ന യോഗത്തിൽ സീറ്റ് ധാരണയെ സംബന്ധിച്ച് ഏതാണ്ട് തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വരുന്നുണ്ട്. ഈ അടിയന്തരാവസ്ഥയെ കേരള കോൺഗ്രസ് എങ്ങനെയാണ് നേരിട്ടത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം എന്തായിരുന്നു കേരള കോൺഗ്രസിൽ? എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് 1975 ജൂൺ 25-ാം തീയതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ കേരള കോൺഗ്രസിനും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അടിയന്തരാവസ്ഥയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണമെന്നും അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ CPM-മായി ഒത്തുചേർന്ന് സമരങ്ങൾ സംഘടിപ്പിക്കണമെന്നുമായിരുന്നു കേരള കോൺഗ്രസിൻ്റെ തീരുമാനം. പക്ഷേ രാജ്യവ്യാപകമായി പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അടിയന്തരാവസ്ഥയുടെ ഒരു ഭീകരതയെക്കുറിച്ച് കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബോധ്യം വന്നത്. കേരള കോൺഗ്രസിൻ്റെ തീരുമാനമനുസരിച്ച് KM ജോർജും R ബാലകൃഷ്ണപിള്ളയും അറസ്റ്റ് വരിച്ചു. അറസ്റ്റും ജയിൽവാസവും അവരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സുഖകരമായ കാര്യമായിരുന്നില്ല. അടിയന്തരാവസ്ഥയോടുള്ള എതിർപ്പ് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് അലിഞ്ഞില്ലാതായി. KM മാണി മറ്റ് നേതാക്കന്മാരും ഒക്കെ ഒളിവിൽ പോയി. എത്രയും വേഗം ജയിലിന് പുറത്ത് കടക്കുക എന്നുള്ളതായി KM ജോർജിൻ്റെയും R ബാലകൃഷ്ണപിള്ളയുടെയും താല്പര്യം. അധികം താമസിയാതെ KM ജോർജിനെയും R ബാലകൃഷ്ണപിള്ളയും ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നു. ജയിലിൽ നിന്നും മോചിപ്പിച്ച ഇവർ പ്രത്യേകിച്ച് KM ജോർജ് K കരുണാകരനും അച്യുതമേനോനുമായി ചർച്ചകൾ നടത്തുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് സഭാ നേതൃത്വം ഇടപെടുന്നത്. അതായത് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ഒരു ഇടപെടൽ നടത്തുകയാണ്. ഇന്ദിരാഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. കേരള കോൺഗ്രസും ചേർന്ന് പോകാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ IB ഉദ്യോഗസ്ഥർ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകളിലേക്ക് വരുന്നതുമുണ്ട്, അവരെ നിയോഗിക്കുന്നുമുണ്ട്. കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ഡൽഹിയിൽ പോയി ഇന്ദിരാഗാന്ധിയെ കാണുന്നു. പൊതുവായ ക്രൈസ്തവ വിഷയങ്ങൾ സംസാരിക്കാനായിട്ടാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ കാണുന്നതെങ്കിലും സ്വാഭാവികമായും കേരള കോൺഗ്രസ് ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയാകുന്നു. കേരള കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിന് താല്പര്യമാണെന്ന് ഇന്ദിരാഗാന്ധി പിതാവിനെ അറിയിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. ദീപികയും ഈ കാര്യത്തിൽ മുൻകൈയെടുക്കുന്നു. ദീപികയുടെ പത്രാധിപരായിരുന്ന ഫാദർ കൊളംബിയർ ഇന്ദിരാഗാന്ധിയെ കാണുന്നു. അതനുസരിച്ചുള്ള നീക്കങ്ങൾക്കായി ഇന്ദിരാഗാന്ധി ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു. ഈ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരാണ് കേരള കോൺഗ്രസ് നേതാക്കന്മാരുമായി ചർച്ചകൾ നടത്തുന്നത്. കേരള കോൺഗ്രസിൽ നിന്നും PJ ജോസഫ്, KV കുര്യൻ, ജോർജ് J മാത്യു എന്നീ നേതാക്കന്മാരാണ് ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുന്നത്. കേരളത്തിൽ വെച്ച് പലവട്ടം ചർച്ചകൾ നടന്നു. തുടർ ചർച്ചകൾക്കും കരാർ ഒപ്പിടുന്നതിനുമായി കേരള കോൺഗ്രസ് നേതാക്കന്മാർ ഡൽഹിയിലെത്തണമെന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ലത്.
കേരളത്തിൻ്റെ ഒരു സുരക്ഷിതത്വത്തിൽ ചർച്ചകൾ നടത്തുന്നതിനായിരുന്നു അവർക്ക് താല്പര്യം. പക്ഷേ ചർച്ച ഡൽഹിയിൽ വെച്ച് തന്നെ വേണമെന്നും പാർട്ടി ചെയർമാനായ KM ജോർജും ചർച്ചയിൽ സന്നിഹിതനാകണമെന്നും ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ നിർബന്ധം പിടിക്കുന്നു. അവസാനം കോയമ്പത്തൂർ വെച്ച് ചർച്ചകൾ നടത്താമെന്നും കരാർ ഒപ്പിടാമെന്നുമുള്ള ഒരു തീരുമാനത്തിൽ വരുത്തുന്നു. ചർച്ചകൾക്ക് ആയി കോയമ്പത്തൂരെത്തിയ കേരള കോൺഗ്രസ് നേതാക്കന്മാരെ സമ്മർദ്ദം ചെലുത്തി ഒരു വിമാനത്തിൽ ബാംഗ്ലൂർ വഴി ഡൽഹിയിലെത്തിക്കുന്നു. അവിടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഗസ്റ്റ് ഹൗസിലാണ് ഇവരെ താമസിപ്പിക്കുന്നത്. അവിടെ വെച്ച് ചർച്ചകൾ ആരംഭിക്കുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് R ബാലകൃഷ്ണപിള്ള അറിയാതെയാണ്. അന്ന് അദ്ദേഹം MP ആണ്. എങ്ങനെയോ അദ്ദേഹം ഈ വിവരം അറിയുന്നു. അദ്ദേഹം പറന്ന് ഡൽഹിയിലെത്തുന്നു. അദ്ദേഹത്തെയും ചർച്ചയുടെ ഭാഗഭാക്കുകളാക്കുന്നു. ആഭ്യന്തര സഹമന്ത്രിയായ ശ്രീ KC പന്തുമായായിരുന്നു ഔദ്യോഗികമായ ചർച്ചകൾ. ചർച്ചകൾക്കിടയിൽ നിങ്ങൾക്ക് ജയിൽ വേണോ അതോ ഭരണം വേണോ എന്ന് KC പന്ത് ചോദിക്കുന്നു. കേരള കോൺഗ്രസ് നേതാക്കന്മാർക്ക് യാതൊരു സംശയമില്ലായിരുന്നു. അവർ ഒരു സ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരം മതി എന്ന്. ഇതേ സമയം തന്നെ വിഘടിച്ച് നിന്നിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങളോട് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജയിൽ വേണോ അധികാരം വേണോ എന്ന്. ഞങ്ങൾക്ക് ജയിൽ മതി എന്ന് പറഞ്ഞ് അവർ ജയിലിൽ തന്നെ തുടർന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പക്ഷേ കേരള കോൺഗ്രസ് അധികാരത്തിൽ പങ്കാളികളാവാനും കോൺഗ്രസിനോടൊപ്പം മുന്നണിയിലേക്ക് പ്രവേശിക്കാനും ഉള്ള സമ്മതം അറിയിക്കുന്നു. പക്ഷേ R ബാലകൃഷ്ണപിള്ളയുടെ ഇടപെടലുകൾ വിപരീത ഫലങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാണ് പിന്നീട് ഈ ചർച്ചയിൽ പങ്കെടുത്ത പലരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അമിതാവേശം മൂലം ഈ ചർച്ചകളുടെ വാർത്തകൾ പുറത്തു പോവുകയും കേരള കോൺഗ്രസ്സിന് വലിയ സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അറിഞ്ഞ കേരളത്തിലെ മുന്നണി നേതാക്കന്മാർ ഇടപെടുകയും ആ ചർച്ചകൾ തീരുമാനമാകാതെ കരാർ ഒപ്പിടുന്നതിൽ നിന്നും ഇരുഭാഗത്തിനും പിന്തിരിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പിന്നീട് പറഞ്ഞത്. എന്തായാലും ആ ചർച്ചകൾ പിന്നീട് നീണ്ടുപോയി. 1975 ഓഗസ്റ്റിൽ ആരംഭിച്ച ചർച്ചകൾ അവസാനിക്കുന്നത് 1975 ഡിസംബർ 23-ാം തീയതി ഔദ്യോഗികമായി കരാർ ഒപ്പിട്ടുകൊണ്ടാണ്. കരാർ അനുസരിച്ച് കേരള കോൺഗ്രസ്സിന് 2 മന്ത്രിസ്ഥാനവും ഒരു സ്പീക്കർ സ്ഥാനവും ലഭിക്കും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റുകളിൽ ലഭിക്കും. കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന DK ബർവയും കേരള കോൺഗ്രസ് ചെയർമാൻ KM ജോർജും തമ്മിലാണ് കരാർ ഒപ്പിട്ടത്. എന്തായാലും വളരെ വിചിത്രമായ സംഭവങ്ങളാണ്. ഇൻ്റലിജൻസ് ബ്യൂറോ 2 പാർട്ടികൾ തമ്മിലുള്ള സഖ്യത്തിനായുള്ള ചർച്ചകളിൽ ഇടനിലക്കാരാകുന്നു എന്നുള്ളത്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ പ്രവേശനം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇനി മന്ത്രിമാരാണ് വേണ്ടത്. ആരെയൊക്കെയാണ് കേരള കോൺഗ്രസ് മന്ത്രിമാരായി കണ്ടെത്തിയത്, അവരെ നിയമിച്ചത്? മന്ത്രിസഭാ പ്രവേശനം ഉറപ്പായതോടുകൂടി മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പാർട്ടി ചെയർമാൻ എന്ന നിലയിൽ ശ്രീ KM ജോർജ് മന്ത്രിയാകുമെന്ന്, സ്വാഭാവികമായി മന്ത്രിയാകുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. MP ആയ R ബാലകൃഷ്ണപിള്ള തനിക്ക് മന്ത്രിയാവണം എന്ന നിലപാടെടുത്തു. ഈ MP ആയ ബാലകൃഷ്ണപിള്ളയ്ക്ക് സംസ്ഥാനത്ത് മന്ത്രിയാകണമെന്നോ വാശി, അതെങ്ങനെയാണ് സാധ്യമാകുക? MP ആയ ഒരാൾക്ക് എങ്ങനെ സംസ്ഥാന മന്ത്രിസഭയിൽ? നിയമസഭാ അംഗമല്ലാത്ത ഒരാൾക്ക് 6 മാസം വരെ മന്ത്രിയാകാൻ സാധിക്കും. അതിനുശേഷം തുടരണമെങ്കിൽ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. തനിക്ക് 6 മാസമെങ്കിലും മന്ത്രിയാകണം എന്നുള്ളതായിരുന്നു R ബാലകൃഷ്ണപിള്ളയുടെ നിർബന്ധം. KM ജോർജ് മന്ത്രിയാകുമ്പോൾ പാർട്ടി ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ് KM മാണിയെ പാർട്ടി ചെയർമാൻ ആക്കണം എന്ന ആവശ്യം ഈ 9 അംഗ സംഘം ഉയർത്തി. KM ജോർജ് അതിന് തീരെ തയ്യാറല്ലായിരുന്നു. ചെയർമാനാകാൻ തയ്യാറാണ് എന്നറിയിച്ചിരുന്ന KM മാണിയും ഇതിനകം നിലപാട് മാറ്റി. തനിക്ക് ചെയർമാൻ ആവേണ്ടതില്ല, മന്ത്രിയായാൽ മതി എന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. തനിക്ക് വീട്ടിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങളാണ് അതിന് കാരണം എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. അവസാനം ദീപികയിൽ വെച്ച് ഫാദർ കൊളംബിയറിൻ്റെ മധ്യസ്ഥതയിൽ യോഗം ചേരുന്നു. യോഗത്തിൽ വെച്ച് താൻ മന്ത്രിയാകാനില്ല, ചെയർമാനായി തുടരുന്നു എന്ന് KM ജോർജ് അറിയിച്ചു. അങ്ങനെ KM മാണിയും R ബാലകൃഷ്ണപിള്ളയും മന്ത്രിമാരാകാൻ തീരുമാനിക്കുന്നു. സ്പീക്കർ സ്ഥാനം AC ചാക്കോയ്ക്ക് നൽകണമെന്ന് KM ജോർജ് ആവശ്യപ്പെടുന്നു. പക്ഷേ സാമുദായിക പ്രാതിനിധ്യം എന്ന വാദമുയർത്തി TS ജോണിനെ സ്പീക്കറാക്കണമെന്ന് ഈ 9 അംഗ സംഘം തീരുമാനമെടുപ്പിക്കുന്നു. KM മാണിയും R ബാലകൃഷ്ണപിള്ളയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. KM മാണിക്ക് ധനകാര്യ വകുപ്പും R ബാലകൃഷ്ണപിള്ളയ്ക്ക് ഗതാഗത ജയിൽ വകുപ്പുകളുമാണ് ലഭിച്ചത്. പല അഭിപ്രായങ്ങളുമായി വിഘടിച്ചു നിന്ന നേതാക്കളാണ്. ഈ നേതാക്കൾക്കിടയിൽ ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം വീതം വെപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതൃപ്തി ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇങ്ങനെ ഒരു അതൃപ്തി ഉണ്ടായപ്പോൾ ഈ മന്ത്രിസ്ഥാനം വീതം വെപ്പ് കേരള കോൺഗ്രസിനുള്ളിൽ എങ്ങനെയാണത് ബാധിച്ചത്? മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിലുള്ള തർക്കങ്ങൾ കേരള കോൺഗ്രസിനെ 2 വിഭാഗങ്ങളായി, ഒന്നിച്ചു ചേരാൻ കഴിയാത്ത 2 വിഭാഗങ്ങളായി മാറ്റിയിരുന്നു. ഔദ്യോഗികമായ പിളർപ്പ് എന്നുള്ളത് ഒരു ഔപചാരികത മാത്രമായിരുന്നു. അതായത് പിളർപ്പിലേക്ക് ഈ സംഭവങ്ങൾ നയിക്കുകയാണ്. കേരള കോൺഗ്രസ് 2 പാർട്ടികളായി മാറുകയാണ്. KM ജോർജിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ശ്രീ K നാരായണക്കുറുപ്പിനെ മാണി വിഭാഗം ചെയർമാനായി തിരഞ്ഞെടുക്കുന്നു.
കെ എം മാണിയെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും കെ എം ജോർജ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ കേരള കോൺഗ്രസ് കെ എം ജോർജ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പുമായി 2 പാർട്ടികളായി മാറുന്നു. കോൺഗ്രസിലെ എ കെ ആന്റണി വിഭാഗത്തിന് കെ എം മാണിയോടായിരുന്നു താല്പര്യം. പക്ഷേ കരുണാകര വിഭാഗത്തിനും കെ എം ജോർജിൻ്റെ വിഭാഗത്തിനോടായിരുന്നു താല്പര്യം. അടിയന്തരാവസ്ഥക്കാലത്ത് കരുണാകരൻ്റെ താല്പര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം. ബാലകൃഷ്ണപിള്ള 6 മാസത്തിന് ശേഷം മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോൾ കെ എം ജോർജിനെ മന്ത്രിയാക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ മാണി വിഭാഗം ആരംഭിച്ചു. കെ നാരായണക്കുറുപ്പിനെ മന്ത്രിയാക്കണമെന്ന് അവർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. പക്ഷേ ഇ ജോൺ ജേക്കബിനോടൊപ്പം ഡൽഹിക്ക് പോയി ഇന്ദിരാഗാന്ധിയെ കണ്ട കെ എം ജോർജ് ഇന്ദിരാഗാന്ധിയിൽ നിന്നും മന്ത്രിയാകാനുള്ള അനുവാദം നേടിയെടുക്കുന്നു. കെ കരുണാകരൻ്റെ പിന്തുണയോടുകൂടിയാണ് അത്തരമൊരു വിജയം അവർക്ക് സാധ്യമാക്കുന്നത്. കെ എം ജോർജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. താമസിയാതെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ ഔദ്യോഗിക കേരള കോൺഗ്രസ്സായി അംഗീകരിക്കുന്നു. പാർട്ടിയുടെ പതാകയും ചിഹ്നവും അവർക്ക് അവകാശപ്പെട്ടതായി മാറി. ഏതായാലും പിളർപ്പ് കഴിഞ്ഞ് 2 രാഷ്ട്രീയ പാർട്ടികളായിട്ട് മുന്നേറുകയാണ്. ഇവരെങ്ങനെയാണ് അവരുടെ ശക്തി തെളിയിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത്? ഇപ്പോൾ മുന്നണിയിൽ 2 പാർട്ടികൾക്കും ശക്തി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. പിളർപ്പ് പൂർണ്ണമായതോടുകൂടി 2 കൂട്ടരും ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അടിയന്തരാവസ്ഥ കാലമായതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന് 2 കൂട്ടർക്ക് പറയാം. ഇന്ദിരാഗാന്ധിയുടെ 20 സാമ്പത്തിക പരിപാടിക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയുള്ള മത്സരം 2 കൂട്ടരും ആരംഭിക്കുന്നു. ജൂലൈ 15 കേരള കോൺഗ്രസ് കെ എം ജോർജ് വിഭാഗം കോട്ടയത്ത് വൻപിച്ച പ്രകടനം സംഘടിപ്പിക്കുന്നു. ഈ പ്രകടനത്തിന് വകുപ്പ് മന്ത്രി ട്രാൻസ്പോർട്ട് ബസ്സുകൾ വരെ ഉപയോഗിച്ചാണ് ആളുകളെ എത്തിച്ചതെന്ന് മാണി വിഭാഗം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രകടനം നടത്താൻ കെ എം ജോർജ് വിഭാഗത്തിന് കഴിഞ്ഞു. ഓഗസ്റ്റ് മാസം തന്നെ കെ എം മാണി വിഭാഗവും കോട്ടയത്ത് പ്രകടനം സംഘടിപ്പിച്ചു. പക്ഷേ ആ പ്രകടനത്തിനായി പുറപ്പെട്ട ബസ്സുകളെയെല്ലാം ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വഴിയിൽ തടയുകയും അവയുടെ പാസുകൾ പിടിച്ചെടുക്കുകയും അവയുടെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പുറപ്പെട്ടതിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് കോട്ടയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നാണ് കെ എം മാണി വിഭാഗം പറയുന്നത്. എന്തായാലും കെ എം മാണി വിഭാഗവും കോട്ടയത്ത് പ്രകടനം നടത്തി. 20 ദിനത്തിന് രൂപം നൽകിയ ഇന്ദിരാഗാന്ധിക്ക് അഭിവാദ്യങ്ങൾ എന്നതായിരുന്നു 2 പ്രകടനങ്ങളിലും മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം. പ്രശ്നങ്ങൾ രൂക്ഷമായ ഘട്ടത്തിൽ കോട്ടയത്ത് കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഒരു പുനരേകീകരണത്തിനായുള്ള ചർച്ച നടക്കുന്നുണ്ട്. അവിടെ വെച്ച് ഏകദേശം ഒരു ഒത്തുതീർപ്പ് ധാരണയും ഉണ്ടാകുന്നു. TS ജോൺ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് കെ നാരായണക്കുറുപ്പിനെ സ്പീക്കറാക്കാമെന്നും കേരള കോൺഗ്രസ് വീണ്ടും ഒന്നാകാമെന്നുമുള്ള ഒരു തീരുമാനം ആ യോഗത്തിൽ എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ TS ജോൺ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കൂറ് കെ എം മാണി വിഭാഗത്തിൽ നിന്നും കെ എം ജോർജ് വിഭാഗത്തിലേക്ക് മാറി തൻ്റെ സ്ഥാനം സംരക്ഷിക്കുന്നു. അതോടുകൂടി ഒത്തുതീർപ്പ് ചർച്ചകൾ പരാജയപ്പെടുന്നു. ഈ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായിട്ട് കെ എം ജോർജിൻ്റെ മരണമുണ്ടാകുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായി കുറേ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഘട്ടത്തിലാണ് 1976 ഡിസംബർ 11 കെ എം ജോർജ് ഹൃദയസ്തംഭനം മൂലം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന് 57 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പാർട്ടിയിലെ പിളർപ്പും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹത്തിനെ ഏൽപ്പിച്ച മാനസിക ആഘാതങ്ങൾ വളരെ രൂക്ഷമായിരുന്നു. ആ മാനസിക സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാതെയാണ് അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം അന്തരിക്കുന്നത്. കെ എം ജോർജിൻ്റെ മരണത്തെ തുടർന്ന് വളരെ വിചിത്രങ്ങളായ ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശവശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ വളരെ സംഘർഷഭരിതമായ ഒട്ടേറെ രംഗങ്ങളുണ്ടായി. 2 വിഭാഗങ്ങളിലും പെട്ട ആളുകൾ പല സ്ഥലത്തും വെച്ച് സംഘർഷങ്ങളുണ്ടായി. കോട്ടയത്ത് വെച്ച് കെ എം ജോർജിൻ്റെ മൃതശരീരത്തിന്മേൽ കെ എം മാണി സമർപ്പിച്ച റീത്ത് ആർ ബാലകൃഷ്ണപിള്ള വലിച്ചെറിഞ്ഞു. മൂവാറ്റുപുഴയിൽ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം നടന്ന അനുശോചന യോഗത്തിൽ ജോർജ് സാറിൻ്റെ ഘാതകൻ ഈ യോഗത്തിൽ തന്നെ ഉണ്ട് എന്ന് ആർ ബാലകൃഷ്ണപിള്ള തുറന്നടിച്ചു. എന്തായാലും കെ എം ജോർജിൻ്റെ മരണത്തോടുകൂടി കേരള കോൺഗ്രസിലെ ഒരു യുഗം അവസാനിക്കുകയാണ്. കേരള കോൺഗ്രസ് രൂപം കൊണ്ട് അന്നു മുതൽ തൻ്റെ മരണം വരെ അദ്ദേഹം ആ പാർട്ടിയുടെ ചെയർമാനായിരുന്നു. പാർട്ടിയെ എല്ലാ വിഷമഘട്ടങ്ങളിലും അദ്ദേഹം വളരെ സ്തുത്യർഹമായി നിസ്വാർത്ഥമായി നയിച്ചു. പാർട്ടിയെ കോൺഗ്രസിൽ ലയിപ്പിക്കാൻ പല ഘട്ടങ്ങളിലും സഭാ നേതാക്കന്മാരിൽ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴും പാർട്ടിയുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അങ്ങനെ ആ പാർട്ടിയെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ കെ എം ജോർജിൻ്റെ നിര്യാണത്തോടുകൂടി കേരള കോൺഗ്രസിലെ ഒരു യുഗം അവസാനിക്കുകയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പാലായിൽ നിന്നുള്ള കെ എം മാണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി റദ്ദാക്കി. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീ ജോസഫ് തോമസ് IPS 1977 മാർച്ച് മാസം പാലാ ബിഷപ്പിൻ്റെ വസതിയിൽ കെ എം മാണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു യോഗത്തിൽ സംസാരിച്ചു എന്നതായിരുന്നു ഹർജിക്കാരനായ PJ ആൻ്റണിയുടെ വാദം.
ആ വാദം അംഗീകരിച്ച ജസ്റ്റിസ് നമ്പൂതിരിപ്പാട് KM മാണിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും ഹർജിക്കാരന് 1500 രൂപ കോടതി ചെലവ് നൽകാൻ വിധിക്കുകയും ചെയ്തു.